ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ഞാൻ വന്നേക്കുവാണ്. 30 ഡേയ്സ് ചലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കറക്റ്റായിട്ട് ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് 9ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെൽവെറ്റാണ് മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്. യോക്ക് പോർഷന് വേണ്ടി താഴെ ബ്രൊക്കേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഷോൾ കോളറാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ബാക്കാണ്. ബാക്കിലത്തേക്ക് ഞാൻ 3 ഇഞ്ച് വിട്ടെല്ലാം ഇറക്കം 1/2 ഇഞ്ചിലും ഞാൻ ഒരു ചെറിയൊരു നെക്ക് കട്ട് ചെയ്ത് ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാൻവാസ് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് അതേ ബാക്കിലെടുത്ത പോലെ തന്നെ 3 ഇഞ്ച് വിട്ടും ഇറക്കമായിട്ട് 5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 5 അല്ലെങ്കിൽ ഒരു 6 വരെയൊക്കെ എടുക്കാം. 6 ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. കഴുത്ത് കറക്റ്റായിട്ട് ഇറങ്ങി വരാനൊക്കെ 6 അല്ലെങ്കിൽ 7 എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഷോൾ കോളർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഒരു പീസും കൂടി മേളിൽ വരുന്നത് കൊണ്ടും ഒരു 7 ഒക്കെ എടുക്കാം. ഇത് കറക്റ്റ് സൈസ് ആയിരുന്നു. ഇതിപ്പോൾ 3 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനാണ് എടുക്കുന്നത്. ഞാൻ എന്നാലും ഓപ്റ്റ് ചെയ്യുന്നത് ഒരു 7 ഇഞ്ച് എടുക്കാൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നെക്കിലേക്കുള്ള പീസ് ഇതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മെറ്റീരിയലായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തൊക്കെ എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ട്, അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ, മെയിൻ മെറ്റീരിയൽ, ഫ്രണ്ട് പോർഷൻ. അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചു. എന്നിട്ട് നമുക്ക് വേറൊരു തുണിയിലാണ് ഞാൻ ഇത് അയൺ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നമ്മുടെ മെറ്റീരിയലുമായിട്ട് വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കണം. ഒരു 2, 3, 4 എത്ര വട്ടം ഒന്ന് അളന്ന് കറക്റ്റ് നമ്മുടെ അളവ് നോക്കിയാൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നെക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു കറക്റ്റ് 10 ഇഞ്ചാണ് കിട്ടിയത്. സോ ഞാനിവിടെ ഒരു 10 എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വിട്ടായിട്ട് ഇതുപോലെ 3 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ആ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ലെങ്ത്ത് 10യിലേക്ക് നമ്മൾ ഈ കിട്ടിയ 3യും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചെറിയൊരു കർവ് പോലെ കർവ് ഷേപ്പിലുള്ള ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. നമ്മുടെ ഈ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെറ്റീരിയലിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇതാണ് താഴത്തെ സ്കേർട്ട് പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്രൊക്കേഡ്. അങ്ങനെ 2 പീസ് വെച്ചിട്ട് അതിന് ഞാനിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ മറിച്ച് ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് അയൺ ചെയ്തെടുക്കാവേ. ഇതിന് നാം സെൻറ്റർ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു, ബാക്ക് പോർഷൻ. ഇനി ഇവിടത്തേക്ക് നമ്മൾ ആദ്യം ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മാർക്ക് ചെയ്ത പോയിൻ്റ് തമ്മിലാണ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് രണ്ടും നമുക്ക് ഈ ബാക്കിൻ്റെ നെക്ക് പോർഷൻ മാത്രമായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇതുപോലെ ഷോളിനൊക്കെ വെക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ചേരുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് പോർഷൻ മാത്രം ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് ഇപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചേക്കുന്ന പോർഷനാണല്ലോ സ്റ്റിച്ച് ചെയ്ത്, അതിന് ശേഷം നമ്മുടെ എക്സ്ട്രാ വരുന്ന ഈ പീസും കൂടി മടക്കി നമുക്ക് ബാക്കിലത്തേക്ക് ആ സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ നല്ല നീറ്റായിട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ അകത്തേക്ക് വെച്ച് കൊടുക്കണമേ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിലൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഇവിടെ സൂപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മടക്കി വെച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ആ ഷോൾ കോളർ പോലെയുള്ള ഭാഗം അത് നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് മടക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്കാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ എൻഡ് പോർഷൻ കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ കൊണ്ടുവന്ന് 2 എൻഡും സെൻറ്ററിലേക്ക് നല്ല കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ എടുത്തിട്ട് ഈ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾ കളർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈസിയാണ്, ഞാൻ വീണ്ടും പറയുകയാണ്, ഒന്നും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള എക്സസൈസ് ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ കറക്റ്റാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കണേ.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കോളർ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരാം. ബൈ.